إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മഴ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ആ ഒരു മഴ അള്ളാഹുവിന്റെ വലിയൊരു ദൈവികമായ ദൃഷ്ടാന്തവുമാണ്. അതേ സമയം തന്നെ ആ ഒരു മഴ അള്ളാഹുവിന്റെ വലിയൊരു പരീക്ഷണവും ആയിത്തീരാം. നമുക്കറിയാം, ഈ ഒരു സമയത്ത് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങൾ മഴക്കെടുതിയിലാണുള്ളത്. പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായ വെള്ളപ്പൊക്കത്തിൽ പ്രയാസമനുഭവിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ചിത്രങ്ങളാണ് മീഡിയകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അള്ളാഹു എല്ലാ തരത്തിലുമുള്ള മഴക്കെടുതിയിൽ നിന്നും കാലവർഷക്കെടുതിയിൽ നിന്നും അള്ളാഹു നാം ഇവരെയും കാത്തി രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിൽ എന്റെ നാടായ ഈരാറ്റുപേട്ട കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കം ഇപ്പോഴും ആ ഒരു ദുരിതത്തിൽ നിന്നും കരകയറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. 700ഓളം വീടുകളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. 700 വീടുകളിലാണ് ഏകദേശം വെള്ളം കയറിയത്. 200ഓളം കടകൾ പരിപൂർണമായും വെള്ളത്തിനടിയിലായി. ഈരാറ്റുപേട്ട ടൗണും മുഴുവനും വെള്ളത്തിനടിയിലാകുന്ന അല്ലെങ്കിൽ വെള്ളം മുങ്ങി നിൽക്കുന്ന ഒരു ചിത്രം ചരിത്രത്തിൽ ആദ്യത്തേതാണ്. 1980 ശേഷം ഉള്ള ചില വെള്ളപ്പൊക്കത്തെ കുറിച്ച് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമുണ്ടായ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിനാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ നാട് സാക്ഷ്യം വഹിച്ചത്. ആളുകൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ, നിസ്സഹായമായ ഒരു അവസ്ഥയിൽ തങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു ഡ്രസ്സ് മാത്രം ജീവനും കൊണ്ട് ഓടിപ്പോകേണ്ടി വന്ന ആ ചിത്രം പലപ്പോഴും ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ആസാമിലടക്കം വെള്ളപ്പൊക്കവും അങ്ങനെ ബിൽഡിങ്ങുകളും അതുപോലെ വീടുകളും ഒലിച്ചു പോകുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോ നമ്മൾ വിചാരിക്കും അതൊക്കെ അവിടെയല്ലേ, അതിനെനിക്കെന്താണ് പ്രശ്നം, എന്നെ അത് ബാധിച്ചിട്ടില്ലല്ലോ, എന്റെ കുടുംബത്തെയോ എന്റെ നാടിനെയോ എന്റെ സമൂഹത്തിനെയോ അത് ബാധിച്ചിട്ടില്ലല്ലോ എന്ന് നമ്മൾ ആശ്വാസം കൊള്ളുകയായിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, അത്തരത്തിലുള്ള വെള്ളപ്പൊക്കം നമ്മുടെ മുമ്പിലും വന്നു നിൽക്കുന്ന കാഴ്ചയാണല്ലോ നമ്മൾ ഇവിടെ കാണുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. ആ ഒരു വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായത് ഏകദേശം രാത്രി 12 മണിക്ക് ശേഷം 1-1:30 ഇടയിലാണ്. പലരും ഉറക്കത്തിലാണ്. ആ ഒരു സമയത്താണ് വെള്ളം കയറി വരുന്നത്. അവിടെ ഒന്നിന് സമയമില്ല. സാധന സാമഗ്രികളുമായി ഒന്ന് നടന്നു നീങ്ങാനോ അത് മറ്റൊരു ഭാഗത്തേക്ക് എടുത്തു മാറ്റാനോ ഉള്ള സമയം പോലും ലഭിക്കാതെ ജീവന് വേണ്ടി ജീവനും കൊണ്ടോടിയ ആളുകൾ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വീടുകളും സമ്പത്തും കടകളൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ഒരു ആളപായം പോലും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അള്ളാഹുവിനെ സ്തുതിക്കേണ്ട കാര്യം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ അഅ്റാഫിലെ 96, 97, 98, 99 വചനങ്ങളിലൂടെ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫഅമിന അഹ്ലിൽ ഖുറാ അയ്യഅതിയഹും ബഅസുനാ ബയഅതൻ വഹും നായിമൂൻ. അഫഅമിന അഹ്ലിൽ ഖുറാ, ആ പ്രദേശത്തുകാർ നിർഭയരായിരിക്കുകയാണോ? അഫഅമിന അഹ്ലിൽ ഖുറാ, ആ പ്രദേശവാസികൾ നിർഭയരായിരിക്കുകയാണോ? അയ്യഅതിയഹും ബഅസുനാ ബയഅതൻ വഹും നായിമൂൻ. നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നവരായിരിക്കെ നമ്മുടെ ശിക്ഷ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ
നിർഭയരായിരിക്കുകയാണോ? അഫഅമിന അഹ്ലിൽ ഖുറാ അയ്യഅതിയഹും ബഅസുനാ ളുഗൻ വഹും യൽഅബൂൻ. തങ്ങൾ കളിച്ചുകൊണ്ടിരിക്കെ ആ ഒരു ഇളയുച്ച സമയത്ത്, ആ ളുഹാ സമയത്ത് നമ്മുടെ ശിക്ഷ നിങ്ങളിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അഫഅമിനൂ മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. ആർക്കാണ് അല്ലാഹുവിന്റെ തന്ത്രത്തെ കുറിച്ച് ഭയപ്പെടാതെ നിർഭയനായിരിക്കുവാൻ സാധിക്കുക? സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയ ആളുകൾക്കല്ലാതെ. ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടകാരികളായ നഷ്ടപ്പെടുത്തിയ ഒരു ജനവിഭാഗത്തിനല്ലാതെ ആ റബ്ബിന്റെ ശിക്ഷയെ സംബന്ധിച്ച് എന്റെ നാട്ടിലേക്ക്, എന്റെ പ്രദേശത്തിലേക്ക് ഒരിക്കലും റബ്ബിന്റെ ശിക്ഷ കടന്നു വരികയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആർക്കാണ് നിർഭയരായിരിക്കുവാൻ സാധിക്കുക എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാ. അഫഅമിന അഹ്ലിൽ ഖുറാ അയ്യഅതിയഹും ബഅസുനാ ബയാതം വഹും നായിമൂൻ. കണ്ടോ ഖുർആനിന്റെ ചോദ്യം? രാത്രിയിൽ അവർ ഉറക്കത്തിലായിരിക്കെ, ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ അവരിലേക്ക് എത്തിച്ചേരുകയില്ല എന്നാണോ അവർ പ്രതീക്ഷിക്കുന്നത്? എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ അത് ഭൂകമ്പമായി, അത് പേമാരിയായി, വെള്ളപ്പൊക്കമായി, അത് രോഗങ്ങളായി, സുനാമികളായി, ഭൂമി വിളർത്തലായി, വിണ്ടുകീറലായി, അങ്ങനെ പലതരത്തിലുള്ള അള്ളാഹുവിന്റെ ശിക്ഷ എന്തുകൊണ്ടുണ്ടാകുന്നു? വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്ത് അഹ്റാഫിന്റെ 96-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, ആ പ്രദേശത്തുകാർ, ആ രാജ്യക്കാർ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവർ തഖ്വ പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ആ നാട്ടുകാർ ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, അവർക്ക് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ബർക്കത്തുകൾ, അല്ലാഹു അനുഗ്രഹ അഭിവൃദ്ധികൾ തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു. വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. വലാകിൻ, പക്ഷേ, കദ്ദബൂ, അവര് കളവാക്കി, ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് നാം അവരെ പിടികൂടി ശിക്ഷിച്ചു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ, ആ സൃഷ്ടാവിനെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ, ആ റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ആ പ്രദേശത്തുകാർ ജീവിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ആകാശ ലോകത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് അല്ലാഹു ബർക്കത്തുകൾ അവരുടെ മേൽ ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ അവർ അല്ലാഹുവിനെ വ്യാജമാക്കി. വലാകിൻ കദ്ദബൂ, അവർ കളവാക്കി. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അപ്പോൾ അല്ലാഹു അവരെ പിടിച്ച് ശിക്ഷിച്ചു എന്ന് ഖുർആൻ. അപ്പൊ ഏതൊരു നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുവോ അത് ഒരു വേള അള്ളാഹുവിന്റെ ശിക്ഷയായിരിക്കാം. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോ റബ്ബിനെ പരിഹസിക്കുന്ന ആളുകൾ, ലിബറൽ ചിന്താഗതികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ പരിഹസിച്ചുകൊണ്ട്, ഈ ലോകത്തിന് സൃഷ്ടാവുണ്ടോ എന്ന് പരിഹസിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഒരു നാട്ടില് അധികരിക്കുമ്പോ പിന്നെ അവിടെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. മഹാനായ ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കും. നമുക്ക് കാണാം, ആ നാടുകളിലുള്ളവർ അവരുടെ വിശ്വാസത്തിൽ സത്യസന്ധത പുലർത്തുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും രഹസ്യമായും പരസ്യമായും സൂക്ഷ്മത പുലർത്തുകയും ഹറാമുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹു അവരുടെ മേൽ ആകാശത്തിൽ നിന്ന് അനുഗ്രഹം വർഷിക്കുമായിരുന്നു. അവരുടെ മേൽ മഴ പെയ്യിപ്പിക്കുകയും സസ്യലതാദികൾ മുളപ്പിക്കുകയും ഐശ്വര്യപൂർണമായ ജീവിതം അവർക്കുമേൽ പ്രദാനം ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ നാസിറുദ്ദീൻ സഅദി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ 67-ാം അധ്യായ സൂറത്തുൽ മുൽക്കിന്റെ 16-17 വചനങ്ങളോട് ചോദിക്കുന്നുണ്ട്.
അഅമിന്നും മൻ ഫിസ്സമാഇ അയ്യഖ്സിബ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ അഅമിന്നും മൻ ഫിസ്സമാഇ അയ്യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ അഅമിന്നും മൻ ഫിസ്സമാഇ അയ്യഖ്സിബ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ ആകാശത്തുള്ളവനെ, അവൻ നിങ്ങളെ ഭൂമിയിൽ ആർത്തിക്കളയുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ അപ്പോഴതാ ശോഭിച്ച് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിലേക്ക് നിങ്ങളെ ആർത്തിക്കളയുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അതല്ലെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളുടെ മേൽ വല്ല ചരൽ വർഷവും അയക്കുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? കൈഫ നദീർ, എന്റെ താക്കീത് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. മുൻഗാമികളെ അള്ളാഹു ശിക്ഷിച്ച ചരിത്രം സൂറത്തുൽ ഖമറിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഏതൊരു സമൂഹം, ഏതു പ്രദേശത്തുകാർ അള്ളാഹുവിനെ ധിക്കരിച്ചുവോ, അള്ളാഹുവിനെ പരിഹസിച്ചുവോ, അതേ തഖ്വ പാലിക്കാതെ ജീവിച്ചുവോ, അവരുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമയുടെ സമുദായം ആദ് സമുദായത്തെ 7 രാത്രിയും 8 പകലും നീണ്ടു നിന്ന തൂഫാനിലൂടെ അള്ളാഹു നശിപ്പിച്ചുവെങ്കിൽ, അതേ സമൂദ് ഗോത്രം സാലിഹ് നബി അലൈഹിസ്സലാമയുടെ സമൂഹം അവരെ ഘോരമായ ശബ്ദത്തിൽ അള്ളാഹു ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കിയെങ്കിൽ, മഹാനായ ശുഐബ് നബിയുടെ സമൂഹം അസ്ഹാബ് മദിയൻ സമൂഹത്തെ ഭൂകമ്പത്തിലൂടെ ലോകത്തിൽ നിന്നും അള്ളാഹു ഇല്ലാതാക്കിയെങ്കിൽ, അതേ ഫിറൗനിന്റെയും ആളുകളെയും ചെങ്കടലിൽ അള്ളാഹു മുക്കിക്കൊന്നുകൊണ്ട് ആദിക്കാരികൾ അള്ളാഹു ലോകത്തിൽ നിന്ന് നാമാവശേഷമാക്കിയെങ്കിൽ, ആ റബ്ബിന്റെ ശിക്ഷ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന സമൂഹം എവിടെയുണ്ടാകുന്നുവോ അവിടെയൊക്കെ റബ്ബിന്റെ ശിക്ഷയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കൈഫ നദീർ, എന്റെ താക്കീത് എങ്ങനെയായിരുന്നു? അള്ളാഹു ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്, അവരോടുള്ള എന്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അപ്പോ ഈ പ്രകൃതി ദുരന്തങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷയായിരിക്കാം. എന്തുകൊണ്ട്? ഹറാമുകളും ചെറുക്കും കുഫറും അനുബന്ധ വൃത്തികേടുകൾ ഹറാമുകളും ഒരു സമൂഹത്തില്, ഒരു പ്രദേശത്ത്, ഒരു നാട്ടില് പെരുകുമ്പോ അള്ളാഹുവിന്റെ ശിക്ഷ ഇങ്ങനെ കടന്നു വരും. ഫകുല്ലൻ അഹദ്നാ ബിദംബിഹി വമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബാ വമിൻഹും അഖദതുഹുമുസ് സൈഹത്തു വമിൻഹും മൻ ഹസബ്നാ ബിഹിൽ അർള വമിൻഹും മൻ അഗ്റഖ്നാ വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. വിശുദ്ധ ഖുർആൻ 29-ാമത്തെ സൂറത്തുൽ അങ്കബൂത്തിലെ 40-ാമത്തെ വചന. ഫകുല്ലൻ അഹദ്നാ ബിദംബിഹി, എന്തുകൊണ്ട് അവരെ നാം ശിക്ഷിച്ചു? ബിദംബിഹി, അവരുടെ പാപം കൊണ്ട്. അങ്ങനെ എല്ലാവരെയും അവരുടെ കുറ്റത്തിന് നാം പിടികൂടി ശിക്ഷിച്ചു. വമിൻഹും മൻ അർസൽനാ അലൈഹിം ഹാസിബ, അവരിൽ ചിലരുടെ നേരെ നാം ചരൽക്കാറ്റ് അയക്കുകയുണ്ടായി. വമിൻഹും മൻ അഖദതുഹുമുസ് സൈഹ, അവരിൽ ചിലരെ ഓരോ ശബ്ദം കൊണ്ട് നാം പിടികൂടി. വമിൻഹും മൻ ഹസബ്നാ ബിഹിൽ അർള, ചിലരെ നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. വമിൻഹും മൻ അഗ്റഖ്നാ, ചിലരെ നാം വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വമാ കാന അല്ലാഹു ലിയദ്ലിമഹും. അടിവരയിട്ട് വായിക്കേണ്ട ഖുർആനിന്റെ വചനമാണ്. ഒരിക്കലും അള്ളാഹു അവരോട് അക്രമം പ്രവർത്തിച്ചതല്ല. വിശുദ്ധ ഖുർആൻ പല ഭാഗത്തും കാണാം, ലൈസ ബിദല്ലാമിൻ ലിൽ അബീദ്, ഒരിക്കലും അള്ളാഹു അവന്റെ അടിമകളോട് അനീതി ചെയ്യുന്നവനല്ല, അക്രമം പ്രവർത്തിക്കുന്നവനല്ല. പിന്നെ എന്തുകൊണ്ട് ഇത്രയും വലിയ